മണ്ണിനടിയിൽ തന്നെ അർജുന്റെ വാഹനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് എന്ന കുടുംബം എല്ലാ സാധ്യതകളും പരിശോധിച്ച് പരിശോധന നടത്തണം. എത്രയും വേഗം തീരുമാനം ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്ന് അർജുന്റെ സഹോദരി അഞ്ജു മീഡിയ വണിനോട് പറഞ്ഞു. ഇന്ത്യൻ ആർമിയിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവരുടെ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഇന്ന് അതിന് വേണ്ട തിരച്ചിലിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻസൊക്കെ ഇന്ന് എത്തുമെന്നാണ് പറയുന്നത്. അപ്പം അവരൊരു ദൗത്യം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു റിസൾട്ട് ആവുന്നവരെ അവർ പ്രയത്നിക്കുന്നുള്ള നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഓരോ ആളുകളും ആ ചളിയിലും ആ മഴയിലും അവിടെ നിന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരച്ചിൽ നടത്തുന്നത്. അതിൻ്റെ അടിയിൽ കുടുങ്ങിപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകൾക്കും ഒന്നും സംഭവിക്കരുത്. കാരണം ഒരു ദുരന്തം ഇനിയും നമുക്ക് ആർക്കും നേരിടാൻ വയ്യ. അപ്പം എത്രയും പെട്ടെന്ന് ഇത് തീരണം എന്നാണ് നമ്മുടെ ആവശ്യം. ഒരുപാട് മണ്ണ് നീക്കി കഴിഞ്ഞു, പക്ഷെ മണ്ണൊക്കെ ഇനിയും അവിടെ തന്നെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണെന്ന് വീട്ടിൽ അവർ നമ്മൾ തള്ളി പറയുന്നില്ല. കാരണം നമുക്ക് വേണ്ടിയിട്ട് അവരും അത്രയും അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും സംഭവങ്ങളെല്ലാം എത്തിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു നമ്മളെ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം ഇന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു. കാരണം ഭൂമി പിളർന്ന് പോയിട്ടില്ല ലോറി, മലേൻ്റെ അടിയിലേക്കും പോകാൻ സാധ്യതയില്ല. ആ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഇനി ഒരുപാട് സ്ഥലത്ത് മണ്ണിടിഞ്ഞ സ്ഥലം നോക്കാണ്ട് അതിൻ്റെ അടിയിൽ പെട്ടിട്ടുണ്ടാവും. എന്താണെങ്കിലും പെട്ടിട്ടുണ്ടാവും, നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പം ആ ഒരു അത്രയും വലിയൊരു ലോറി കണ്ടുപിടിക്കാനുള്ളൊരു സംവിധാനം നമുക്ക് ഇല്ല. അതിലൊരു വിഷമമുണ്ട്. കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇനി കാത്തിരിക്കാൻ വയ്യ. ഈ 7 ദിവസം ഞങ്ങൾ തള്ളി നിൽക്കിയതിന് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ പിടിച്ചു നിൽക്കുകയാണ്. വിഷമമില്ലായിട്ടോ കരയാഞ്ഞിട്ടോ കണ്ണുനീരില്ലാഞ്ഞിട്ടോ അല്ല. ഇപ്പോൾ ഒക്കെ വറ്റി എല്ലാം. നമ്മൾ വേറൊരു അവസ്ഥയിലാണ്. ഈ ഒരു അവസ്ഥ ഇനിയും പോയാൽ നമ്മുടെ പലർക്കും പല രീതിയിലുള്ള ഇങ്ങനെ കാത്തിരിക്കുകയല്ലേ, വയ്യ. അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പ്രതികരണമാണ് കേട്ടത്. അങ്കോലയിൽ നിന്ന് തത്സമയം ഷഫീഖ് നസ്രുള്ളയും അർജുന്റെ വീട്ടിൽ നിന്ന് ലിഡിയയും ചേരും. ആദ്യം ലിഡിയയിലേക്കാണ്. ലിഡിയ, എന്താണ് കുടുംബം ഈ ഘട്ടത്തിൽ പറയുന്നത്? എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടെത്താൻ കഴിയണമെന്ന വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കുടുംബം. ഇന്നിപ്പോൾ സഹോദരി അഞ്ജു എന്തൊക്കെ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു? രേഷ്മ, പോസിറ്റീവായിട്ടുള്ള ഒരു ഉത്തരത്തിന് തന്നെയാണ് ഇപ്പോഴും കുടുംബം വേദനയോടെ കാത്തിരിക്കുന്നത്. അത് തന്നെയാണ് അവർ മാധ്യമങ്ങളോടും പറയുന്നതും. അത് തന്നെയാണ് നമ്മളോട് അല്പം മുമ്പ് പങ്കുവെച്ചതും. അവർക്ക് വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എത്രയും വേഗം ഇതിനൊരു ഉത്തരം കിട്ടണം. അതായത് 7 ദിവസമായി യാതൊരു രീതിയിലുള്ള ഇതും കിട്ടിയിട്ടില്ല, യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയും കാത്തിരിക്കാൻ തങ്ങൾക്ക് വയ്യ, മടുത്തു എന്നുള്ളൊരു പ്രതികരണമാണ് അഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ളത്. അഞ്ജു പറയുന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇന്നലെ കഴിഞ്ഞ ദിവസം കർണാടക റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും മണ്ണ് പൂർണ്ണമായും നീക്കി. ഇനി അതിലൊന്നും തന്നെ കണ്ടെത്താനായില്ല, ട്രക്ക് കണ്ടെത്താനായില്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതിൽ വിശ്വാസമില്ല എന്നും അഞ്ജു പറയുന്നുണ്ട്. കർണാടക സർക്കാർ അത്തരത്തിൽ പറഞ്ഞതിൽ വിശ്വാസമില്ല. ഇനിയും ഒരു 60% മണ്ണ് ഇനിയും നീക്കാനുണ്ട്. അത് നീക്കി നോക്കണം. പുഴയിലും തിരച്ചിൽ നടത്തണം. എന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള നടപടികൾ എത്രയും വേഗം ചെയ്യണം, സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. അതിൽ തൃപ്തിയുണ്ട്. ആർമിയിൽ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ മുഴുവൻ മണ്ണും നീക്കി, ദേശീയപാതയിലെ മുഴുവൻ മണ്ണും നീക്കി പരിശോധിക്കണം എന്നാണ് അഞ്ജുവിന്റെ ഭാഗത്തു നിന്നും മൊത്തം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണം. അവിടെ നിന്നും കുടുംബത്തെ അവിടെ നിന്നുള്ള ആളുകൾ ബന്ധപ്പെടുന്നുണ്ട്. ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവരുടെ ഇടയിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അതിലൊക്കെ പ്രതീക്ഷയുണ്ട്. കുടുംബവുമായി അവിടെയുള്ള ആളുകൾ, ബന്ധുക്കൾ ബന്ധപ്പെടുന്നുണ്ട്. അഞ്ജുവിന്റെ ഭർത്താവുണ്ട്, അർജുന്റെ സഹോദരനുണ്ട്. അവിടെ നിരന്തരം കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ നിരന്തരം അതിനെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ തന്നെ ഇൻഫർമേഷൻസും അവർക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് അഞ്ജു ഇപ്പോൾ സംസാരിക്കുന്നതും. കൃത്യമായിട്ടുള്ള രീതിയിൽ മുഴുവൻ മണ്ണും നീക്കി പരിശോധന നടത്തണം. അത്തരത്തിൽ ഒരു ഉത്തരം തങ്ങൾക്ക് ഇന്നെങ്കിലും കിട്ടണം. കാരണം ഇനിയും കാത്തിരിക്കാൻ വയ്യ. 7 ദിവസമായി വലിയ വേദനയോടെയാണ് തങ്ങൾ ഇപ്പോഴും കഴിയുന്നത്. അതിനൊരു ഉത്തരമുണ്ടാകണം എന്ന പ്രതികരണമാണ് അഞ്ജു നൽകുന്നത്. ലിഡിയ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു അർജുൻ്റെ നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധത്തിലായിരുന്നു. പ്രത്യക്ഷമായി തന്നെ അവർ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഏത് തരത്തിലാണ് ആ നാട് ഇപ്പോൾ പ്രതികരിക്കുന്നത്? രേഷ്മ, നാടും വലിയ
വേദനയോടെ തന്നെയാണ് അർജുനായി കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ കണ്ണാടിക്കൽ ടൗണിൽ രാത്രിയിൽ വലിയ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അതിൽ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. അവർ രാഷ്ട്രീയ നേതാക്കൾ ഉറപ്പ് നൽകിയത് കൂടിയാണ് എത്രയും തിരച്ചിൽ കാര്യക്ഷമമാക്കാം, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ അത് പുരോഗമിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താമെന്ന് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ വാക്കുകൊടുത്തതാണ്. അത്തരത്തിൽ ഒരു നാട് മുഴുവൻ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. തണ്ണീർപ്പന്തലിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം കൂട്ടായ്മ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അങ്ങനെ നാട് മുഴുവൻ അത്തരത്തിൽ പ്രതിഷേധിക്കുകയാണ്. അത്തരത്തിൽ വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. 7ാം ദിവസമായി കുടുംബം മാത്രമല്ല, ഒരു നാട് മുഴുവൻ അർജുനായി കാത്തിരിക്കുന്ന ഒരു അവസ്ഥ. എല്ലാവരും കാത്തിരിക്കുകയാണ്. ഒരു ശുഭവാർത്തയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എത്രയും വേഗം അതിനൊരു ഉത്തരം വേണമെന്നാണ് ഇപ്പോൾ നമ്മൾ നാട്ടുകാരോട് സംസാരിച്ചപ്പോഴും അയൽവക്കത്തുള്ളവരോട് സംസാരിച്ചപ്പോഴും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത് തന്നെയാണ്. അവരുടെ ഒരു പ്രതീക്ഷയും അവരുടെ ഒരു പ്രതികരണവും ഒക്കെ അത് തന്നെയാണ്. എത്രയും വേഗം ഇതിനൊരു ഉത്തരമുണ്ടാകണം, ഈ കാത്തിരിപ്പിനൊരു അവസാനം ഉണ്ടാകണം എന്ന് തന്നെയാണ് നാട്ടുകാരും ഒക്കെ പറയുന്നത്. അതിൻ്റെ പേരിൽ തന്നെയാണ് അവർ ഇത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയതും. ആർമി ഇറങ്ങി രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായതോടുകൂടി ആണ് ഇപ്പോൾ പ്രതിഷേധമൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് മാറിയിട്ടുള്ളത്. രേഷ്മ. യെസ്, ലിഡിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ വീട്ടിൽ നിന്നുള്ള പ്രതികരണമാണ് അല്പസമയം മുമ്പ് സഹോദരി അഞ്ജുവിലൂടെ കേട്ടത്. പ്രതീക്ഷയോടെ കുടുംബം കാത്തിരിക്കുകയാണ്.